ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ തുടർച്ചയായ 4ാം ദിവസവും തെരച്ചിൽ. നേത്രാവതി പുഴയോട് ചേർന്നുള്ള 7ാം പോയിന്റിലാണ് JCB ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത്. ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 8ാം പോയിന്റിലും തെരച്ചിൽ നടത്തും. 6ാം പോയിന്റിൽ തലയോട്ടി അടക്കം കണ്ടെത്തിയതോടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ധർമ്മസ്ഥലയിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, നിലവിൽ ഇപ്പോൾ 7ാം പോയിന്റിലാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 8ാം പോയിന്റിലേക്കും തെരച്ചിൽ ഇന്ന് നടക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു തെരച്ചിൽ? കൂടുതൽ വിശദാംശങ്ങൾ. ആര്യ, 7ാം പോയിന്റിലെ തെരച്ചിൽ അതിനെ അവസാനത്തോടെ എടുക്കുന്നു. ഇനി 8ാം പോയിന്റ്, നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ തെരച്ചിൽ അത് അല്പസമയത്തിനകം ഉണ്ടാകും. 7ാം പോയിന്റിൽ JCB ഉപയോഗിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നതാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ വനത്തിനകത്ത് JCB കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ട് തന്നെ തൊഴിലാളികൾ ഉപയോഗിച്ചായിരുന്നു പരിശോധനയെങ്കിൽ ഇന്ന് ചെറിയ JCB ഈ വനത്തിനകത്തേക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ തെരച്ചിൽ നടക്കുന്നു എന്നതാണ് വേണം പറയാൻ. ഏതായാലും ഇപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ ഇവിടെ നിന്ന് ലഭിച്ചോ എന്ന കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല. കഴിഞ്ഞ ദിവസം 6ാം പോയിന്റ് നമുക്കറിയാം, അത് പുഴയുടെ മറുകരയിൽ നിന്നും കൃത്യമായി കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു. നമ്മുടെ ന്യൂസ് 8ന്റെ ക്യാമറ കണ്ണുകളിൽ അത് കൃത്യമായി പതിഞ്ഞിരുന്നു. അങ്ങനെയാണ് അവിടെ ഇത്തരത്തിൽ അസ്ഥികൂടം ലഭിച്ച വിവരം പുറത്തറിയുന്നതും ഒപ്പം അഭിഭാഷകർ അത് സംബന്ധിച്ച ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയതും. പക്ഷേ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ലഭിച്ചു ആ കാര്യം ഏതായാലും അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. അതോടൊപ്പം 8ാം പോയിന്റും 11ാം പോയിന്റ് വരെയുള്ള സ്ഥലങ്ങളും അത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശമാണ്. പുറത്തു നിന്നും റോഡിൽ നിന്നും നോക്കിയാൽ കാണുന്ന ആ ദൂരത്താണ്. അത് ഏറെ നിർണായകമാണ്. നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആ മേഖലയിലുള്ള പരിശോധന ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. ഒരു പക്ഷേ ഈ ഒരു സ്ഥലങ്ങളിൽ അത് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതുപോലെ ഇവിടെ നിന്നും കാണാതായ അനന്യ ഭട്ടിൻ്റെത് ഉൾപ്പെടെയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുമോ? അത് രൂപസാദൃശ്യം വെച്ച് ഇത്തരത്തിലൊരു മൃതദേഹം അവിടെ അടക്കം ചെയ്തതായി, ഇവിടെ കുഴിച്ചു മൂടിയതായി ശുചീകരണ തൊഴിലാളി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ പരിശോധന വളരെ വളരെ ഗൗരവമുള്ളതാണ്. ഏതായാലും SITയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SIT വിപുലീകരിച്ചിരിക്കുന്നു. 20 അംഗ സംഘമാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ അതിൽ 10 പേർ കൂടി ഉൾപ്പെടുത്തി അത് വലിയ തോതിലുള്ള പരിശോധനയിലേക്ക് നീങ്ങുകയാണ്. 13 പോയിന്റും വളരെ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് SIT ആലോചിക്കുന്നത്. അതായത് ശുചീകരണ തൊഴിലാളിയുടെ നിർണായക മൊഴിയുണ്ട്. ഇതിൽ ആരാണ് തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചത്, അവരിലേക്ക് എത്തേണ്ടതുണ്ട്, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അത്തരം നടപടികളിലൊക്കെ കടക്കാൻ വേണ്ടി ഏതായാലും 13 പോയിന്റും പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന ഭാഗങ്ങളാണ്. മാത്രമല്ല JCB ഉപയോഗിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്താനും എളുപ്പമാണ്. അങ്ങനെയെങ്കിൽ ആഴത്തിൽ മണ്ണെടുത്ത് മണ്ണിൽ മൂടിക്കിടക്കുന്ന ആ സത്യങ്ങൾ അത് പുറത്തു കൊണ്ടുവരാനുള്ള കൃത്യമായ ദൗത്യത്തിലാണ് ഇപ്പോൾ SIT ഉള്ളത്. ഞാൻ നിൽക്കുന്നതിന് തൊട്ടു പിറകിലാണ് ഇപ്പോൾ 7ാം പോയിന്റ് ഉള്ളത്. ആ 7ാം പോയിന്റിലെ പരിശോധനയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. ഇനി 8ാം പോയിന്റിലേക്ക് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പരിശോധന ഉണ്ടാവുക. ഭവ്യ, ആര്യ. യെസ്, KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും 7ാം പോയിന്റിൽ തിരച്ചിൽ അത് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നിർണായകമായ 8ാം പോയിന്റിലെ തെരച്ചിൽ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്.